മെത്തേഡ് ഓവർലോഡിങ്ങിൽ എന്തായാലും ഞാൻ പറഞ്ഞത് കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും. അതൊന്ന് ക്ലീൻ ആക്കി കൊടുക്കാനാണ് ഈ വീഡിയോ. മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ മെത്തേഡ് ഉപയോഗിച്ച് കുറേ കാര്യങ്ങൾ ഡിഫറെൻറ്റ് ടാസ്ക് ചെയ്യുന്നതാണ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വോയിഡ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഒരു മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് ഡിസ്പ്ലേ എന്ന പേരിൽ ഉള്ള മെത്തേഡ് ഉപയോഗിച്ച് കണ്ടാൽ നമ്മൾ എത്ര ടാസ്ക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രാവശ്യം ഒരു ടാസ്ക്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെ 4 ടാസ്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരൊറ്റ മെത്തേഡിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് മെത്തേഡ് ഓവർലോഡിങ്. പേരിൽ തന്നെ ഉണ്ട്. ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിൻ്റെ മുകളിൽ തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു തരുന്നതാണ് മെത്തേഡ് ഓവർലോഡിങ്. അതിൽ കുറേ വെറൈറ്റീസ് ഉണ്ട്. ആ വെറൈറ്റീസ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മെത്തേഡ് ഓവർലോഡിങ് സക്സസ് ആവില്ല. ആ വെറൈറ്റിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ വെറൈറ്റി കണ്ട ഇങ്ങനെ ബ്രാക്കറ്റിൽ ഒന്നും കൊടുക്കാതെ ഉള്ളത്, ഇതാണ് ഡിഫോൾട്ട് എന്ന് പറയാം. ഈ ഡിഫോൾട്ടിൽ കണ്ട ഇതിൽ പാരാമീറ്റേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് എന്തുള്ളൂ ബ്രാക്കറ്റ്സ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഞാൻ എന്താ കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, നോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മെത്തേഡ് ക്ലോസ് ചെയ്തു. ഇനി അതേ മെത്തേഡിനെ ഞാൻ തിരിച്ച് വോയിഡ് ഡിസ്പ്ലേനെ വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ കണ്ട ഞാൻ തിരിച്ച് ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ല, വേറെ രീതിയിലാണ് ഈ മെത്തേഡിന് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്, സ്ട്രിങ് നെയിം എന്ന് പറയുന്ന വേരിയബിളിന് അതായത് ബ്രാക്കറ്റിനകത്ത് കൊടുത്ത് ഞാൻ അതൊരു പാരാമീറ്ററൈസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ മാറ്റി. സോ അതിനകത്ത് ഞാൻ എന്താ കൊടുത്തിരിക്കുന്നത്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പേരിൽ സിസ്റ്റം നെയിം പ്ലസ് പ്ലസ് എന്തിനാണ് ഇവിടെ വേരിയബിളിൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്ലസ് നെയിം കൊടുത്താൽ ഇവിടെ റീഡായി വരുന്ന പേര് ഇവിടെ പ്രിൻ്റ് ആവും. അതേപോലെ വേറെ രീതിയിൽ കണ്ട വോയിഡ് ഡിസ്പ്ലേ സ്ട്രിങ് നെയിം ഇൻറ്റ് ഏജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. വേറെ രീതിയിൽ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, ഓൾറെഡി ഇവരുടെ സ്ട്രിങ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ നീ ഉപയോഗിച്ചല്ലോ, തിരിച്ച് നീ എങ്ങനെ സ്ട്രിങ്ങിനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. കാരണം നമ്മൾ ഒരേ മെത്തേഡാണ്, പക്ഷേ ഒരേ രീതിയിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. വേറെ രീതിയിലല്ലേ, ഒന്നും ബ്രാക്കറ്റും ഇല്ലാത്തത്, വേറെ ഒന്നാണെങ്കിൽ ബ്രാക്കറ്റിൽ ഒരൊറ്റ പാരാമീറ്റർ മാത്രം, വേറൊന്നാണെങ്കിൽ 2 പാരാമീറ്റർ. ഈ 2 പാരാമീറ്റർ കൊടുക്കുന്നതാണ് ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ കണ്ട സ്ട്രിങ് നെയിം എന്ന് പറഞ്ഞാൽ ഒറ്റ പാരാമീറ്റർ അതിനകത്തുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിയും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം മാത്രമല്ല സ്ട്രിങ്ങിൻ്റെ ഒപ്പം ഉള്ളത്, പുതിയൊരു വേരിയബിൾ കൂടിയിട്ട് ഇൻറ്റ് എന്ന് പറയുന്ന വേരിയബിൾ കൂടി. അപ്പോൾ ഇങ്ങനെ എന്താകുന്നു, 3ഉം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ 3ഉം വ്യത്യാസമായിട്ടുണ്ടോ. ഇപ്പം മൂന്നും ഒരേ മെത്തേഡിൽ 3 രീതിയിലാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇത് 3ഉം വ്യത്യാസപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അതിനാണ് നമ്മൾ മെത്തേഡ് ഓവർലോഡിങ് പറയാം. ഈ 3 മെത്തേഡ് ഒരേപോലെ ആണെങ്കിൽ അത് മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയാൻ പറ്റുമോ, പറ്റില്ല. 3 മെത്തേഡും ഒരേപോലെയാണുള്ളത്, അല്ല, വേറെ രീതിയിലുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുക, മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയാം. അപ്പോൾ ഡിസ്പ്ലേയിൽ കണ്ട ഇവിടെ ബ്രാക്കറ്റ് ഇല്ലാത്തത്, ഒന്ന് ഒരേ ഒരു പാരാമീറ്റർ കൊടുത്തത്, ഇവിടെ ആണെങ്കിൽ കണ്ട 2 പാരാമീറ്റർ കൊടുത്തത്, വ്യത്യാസം മനസ്സിലാക്കുക. അതേപോലെ വീണ്ടും കണ്ട സ്ട്രിങ് സ്പോർട്സ് നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. സ്ട്രിങ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പ് ഞാൻ ഓൾറെഡി എത്ര പ്രാവശ്യം ഉപയോഗിച്ചു ഇവിടെ, 1, 2, 3. ആദ്യം ഒറ്റയ്ക്ക് ഉപയോഗിച്ചു, എന്നിട്ട് വേറൊരു ഇൻറ്റ് എന്ന് പറയുന്ന വേരിയബിളോട് ഉപയോഗിച്ചു. ഇനി അടുത്തത് എനിക്ക് തിരിച്ച് സ്ട്രിങ് നെയിം ഇൻറ്റോടെ എനിക്ക് തിരിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ, പറ്റില്ല. വ്യത്യാസം വരുമോ, തിരിച്ച് ഞാൻ സ്ട്രിങ് നെയിമും സ്ട്രിങ് സ്പോർട്സ് നെയിം ഇൻറ്റ് പ്ലെയർ നമ്പർ കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യുമോ, ചെയ്യില്ല. കാരണം എന്താണ്, ഓൾറെഡി ഞാൻ അവിടെ സ്ട്രിങ്ങും ഇൻറ്റും ഒറ്റയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത രീതിയിൽ മെത്തേഡിൻ്റെ പേര് ഉപയോഗിക്കുകയാണെങ്കിൽ വേറൊരു പേര് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്ട്രിങ് സ്പോർട്സ് നെയിം ഡബിൾ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഡബിളിന് ഇൻറ്റിൻ്റെ വ്യത്യാസമല്ലേ, അപ്പോൾ ഡബിൾ എന്ന് കൊടുത്തു, പ്ലെയർ നമ്പർ കൊടുത്തു, കണ്ട. എന്നിട്ട് പ്രിൻറ്റ് നെയിമിൽ സ്പോർട്സ് നെയിം പ്ലസ് സ്പോർട്സ് നെയിമാണ് വേരിയബിളിൻ്റെ പേര്, പ്ലെയർ നെയിമാണ് വേരിയബിളിൻ്റെ പേര്, പ്രിൻ്റായി വരും. എന്നിട്ട് ഇതാണ് മെയിൻ ക്ലാസ്സിനകത്ത് വോയിഡ് മെയിൻ ഉണ്ടാക്കി കണ്ട. സ്റ്റുഡൻറ്റ് S = ന്യൂ സ്റ്റുഡൻറ്റ്. എന്തുകൊണ്ടാണ് സ്റ്റുഡൻറ്റിൻ്റെ പേര്, സ്റ്റുഡൻറ്റ് കൊണ്ട് ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ക്ലാസ്സിൻ്റെ പേര് എന്താണ്, സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റുഡൻ്റ് എന്ന് വെച്ച് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് S എന്ന് പറയുന്നതിൽ ഒബ്ജക്റ്റിൻ്റെ പേര് S.display. ആദ്യം കണ്ട ഞാൻ വിളിച്ചിരിക്കുന്നത് ബ്രാക്കറ്റ്, വെറും ബ്രാക്കറ്റ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഏതെനിക്ക് പ്രിൻ്റായി വരും, ഈ നോ ഡീറ്റെയിൽസ് എന്ന സാധനം പ്രിൻ്റായി വരും. കാരണം എന്താണ്, ഇതിന് മാച്ച് ആവുന്നില്ലേ. ഇപ്പം ഞാൻ ഇവിടെ ഒബ്ജക്റ്റിൽ വിളിച്ചിരിക്കുന്നത് ഏതാണ് മാച്ച് ആവുക, ഇതിനോട് മാച്ച് ആവുന്നുണ്ടോ, ഇല്ല. ഇതോടെ മാച്ച് ആവോ, ഇല്ല. ഇതോടെ മാച്ച് ആവോ, ഇല്ല. ഇതോടെ മാച്ച് ആവുന്നുണ്ടോ, ഉണ്ട്. കാരണം ബ്രാക്കറ്റ് മാത്രം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഏത് പ്രിൻ്റായി വരും, നോ ഡീറ്റെയിൽസ് പ്രിൻ്റായി വരും. ഇനി അടുത്തത് S.display കണ്ട, സ്ട്രിങ് നെയിം മാത്രമേ ഉള്ളൂ. അപ്പോൾ നെയിമിൻ്റെ വാല്യൂ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം എന്താണ് കൊടുത്തിരിക്കുന്നത്, ഞാൻ വാല്യൂസാണ് കൊടുത്തിരിക്കുന്നത്. വാല്യൂ എന്താണ്, വിഷ്ണു എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായി വരും, ഇവിടെ സ്റ്റുഡൻറ്റ് നെയിമിന് വിഷ്ണു പ്രിൻ്റായി വരും. വരില്ലേ. അപ്പോൾ S.displayയിൽ വിഷ്ണു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണോ, അല്ല. ഇതാണോ, അല്ല. ഇതാണോ, ആണ്. ഇതാണോ, അല്ല. അപ്പോൾ ഇതാണ് ഞാൻ വിളിച്ച മെത്തേഡ്.
ഇനി അടുത്ത അതേപോലെ എസ് ഡോട്ട് ഡിസ്പ്ലേയിൽ വിഷ്ണു, അതിനോടൊപ്പം തന്നെ 21 എന്നൊരു വാല്യൂ കൂടെ കൊടുത്തു. 21 എന്താണ്? ഏജാണ് എന്ത് 21. അപ്പോൾ ഇവിടെ നെയിമിൻ്റെ ഏജ് ഉണ്ട്. അപ്പോൾ എന്ത് വരും? നെയിമും കൊടുത്തു, ഏജും വന്നു. പ്രിൻ്റായി വരില്ലേ? നിങ്ങൾക്കിപ്പോൾ ഡിഫറൻഷ്യേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വിഷ്ണുവിനെ മാറ്റിയിട്ട് ആദിത്യൻ എന്നാക്കാം. ഓക്കെ, അപ്പോൾ വ്യത്യാസം മനസ്സിലായോ? ഇവിടെ കണ്ട വെറും നെയിമും, ഇവിടെ നെയിമും ഉണ്ട്, പിന്നെ എന്താണ് വയസ്സുണ്ട്. അപ്പോൾ ആദിത്യന് എത്ര? 19 ആണെന്ന് തോന്നുന്നു, 19 വയസ്സ്. ഓക്കെ, അടുത്തത് ഇതേപോലെ തന്നെ കണ്ട ഈ സ്ട്രിങ് സ്പോർട്സ് നെയിം എന്ന് പറയുന്നത് സ്ട്രിങ് ഓപ്പറേറ്ററാണ്. ഇവിടെ ഇൻറ്റ് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഓൾറെഡി ഇൻറ്റ് നമ്മൾ എന്ത് ചെയ്തു? യൂസ് ചെയ്ത് കഴിഞ്ഞു. യൂസ് ചെയ്ത് തിരിച്ച് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓൾറെഡി യൂസ് ചെയ്ത ഫോർമാറ്റ് തിരിച്ച് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് മെത്തേഡ് ഓവർലോഡിങ്ങിലെ വയലേഷനാണ്. ഓക്കെ, അപ്പോൾ ഡബിൾ പ്ലെയർ നമ്പർ എന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്പോർട്സിൻ്റെ പേരെന്താണ്? ഫുട്ബോൾ. ഇനി അടുത്ത് ഡബിളിന് കണ്ട 200.0 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 200.0 എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താ എനിക്ക് ഡബിൾ നിങ്ങൾ ചോദിക്കാൻ? ഇത് ഡബിൾ അല്ലേ, ഇത് ഫ്ലോട്ട് അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തിനാണ് ഈ 0.0 കൊടുക്കേണ്ടത്? വെറുതെ 200 എന്ന് കൊടുത്താൽ പോരെ നിങ്ങൾക്ക് ചോദിക്കാം. ഇങ്ങനെ വെറുതെ ഞാൻ 200 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവും. കാരണം ഇൻറ്റാണോ പ്രിൻ്റായി വരേണ്ടത് അല്ലെങ്കിൽ ഡബിളാണോ പ്രിൻ്റായി വരുന്നത്? കൺഫ്യൂസ് ആവും. അപ്പോൾ ഇൻറ്റിനും ഡബിളിനും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് കൊടുത്തത്? ഇവിടെ 0.0 എന്ന് കൊടുത്തത്. 0.0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ വേരിയബിൾ ആണെന്നത് മനസ്സിലാക്കും. ഇനി ഞാൻ ഡബിളിന് പകരം ഇവിടെ ഫ്ലോട്ടാണ് കൊടുത്തു വെക്കുക. ഫ്ലോട്ടാണ് ഞാൻ കൊടുത്തു വെച്ചാൽ ഇവിടെ വെറുതെ 0 എന്ന് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, എഫ് എന്നും കൂടി കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോട്ടിൻ്റെ വാല്യൂ അസൈൻ ചെയ്യുക. സോ ഫ്ലോട്ട് ഇതൊക്കെ അറിയണം. ജാവയിൽ നമ്മൾ എഫ് എന്ന് ഇവിടെ കൊടുത്താലേ എന്താവുള്ളൂ? അത് ഫ്ലോട്ട് ആവുള്ളൂ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ 0.0 ഇട്ട് കൊടുത്താൽ അത് ഡബിളാണ്. അപ്പോൾ ഞാൻ അവിടെ എന്താക്കി? ഡബിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഡബിളിനാക്കി. ഇങ്ങനെ നിങ്ങൾ എല്ലാത്തിനും വേർതിരിച്ചാൽ മാത്രമേ അത് മെത്തേഡ് ഓവർലോഡിങ് ആവുള്ളൂ. ഒരേ മെത്തേഡാണ്, പക്ഷേ ആ മെത്തേഡിനുള്ള ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? ഫുള്ളി ഡിഫറെൻ്റ് ആണ്. ഇതാണ് മെത്തേഡ് ഓവർലോഡിങ്. ആകെ ഉള്ളത് ഒരൊറ്റ മെത്തേഡ്. ആ മെത്തേഡ് ഉപയോഗിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് മെത്തേഡ് ഓവർലോഡിങ്. ഓക്കെ, മനസ്സിലായോ?